ബാബുക്ക് ഇപ്പൊ ഇറങ്ങുന്ന ഓരോ പാട്ടുകൾ ബാബുക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലുമിനാറ്റി, നാടിൻ നന്മകനെ, ഡാബ്സിയുടെ പാട്ടുകള്, വേടന്റെ പാട്ടുകള്. പക്ഷെ ഇതൊക്കെ വന്നതിന് ശേഷം അല്ലെ ഇപ്പോഴത്തെ സിനിമാ പാട്ടുകൾ മലയാളികളിലേക്ക് എത്തിയതിനു ശേഷം ഈ പാട്ടുകളൊക്കെ ഹിറ്റ് ആവുന്നത് 1 മാസം അല്ലെ ഒരു 1.5 മാസത്തിന്റെ ഓളവേ സൃഷ്ടിക്കുന്നുള്ളൂ. പക്ഷെ ബാബുക്കയുടെ ഒക്കെ വരികളൊക്കെ പണ്ടത്തെ എടുത്ത് നോക്കിയാലും ഈ 2025 കേൾക്കാൻ ആളുകളുണ്ട്. അതെന്താ ബാബുക്കയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നു? അതെന്താന്ന് പറഞ്ഞാൽ ഈ ന്യൂജനെ പറ്റി ചില പാട്ടുകൾ ഇപ്പം ഞാനൊരു ഗാനമേളക്കാരനും കൂടിയാണ്. ഞാൻ പാട്ടെഴുത്തിനോടനുബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് പാടാന് ട്രൂപ്പ് ഉണ്ടായിരുന്നു, പാടും ചെയ്യായിരുന്നു ഞാൻ. അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറയുമ്പോൾ അന്ന് ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടേപ്പ് റെക്കോർഡില്ല, പാട്ട് പാടാൻ അവസരമില്ല, പാട്ട് കേൾപ്പിക്കാൻ അവസരമില്ല. ഈ എഴുതുന്ന പാട്ട് ചെറിയ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കും. ഞാൻ പ്രസിദ്ധീകരിക്കും ഈ പുസ്തകമാക്കി ചെറിയ പാട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ട് ഞാനും എൻ്റെ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോയാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പുസ്തകമാക്കിയിട്ട് എല്ലാ ചന്തകളിലും പോയിട്ട് പാടി വിൽക്കും. പുസ്തകം പാടി വിൽക്കും. ആ സമയത്ത് ഈ കൊലപാതകങ്ങളൊക്കെ വരും. ചെറിയ കാമുകൻ കാമുകിനെ കൊല്ലുക, അതൊക്കെ ഒന്നും വളരെ ദുർലഭമാണല്ലോ ആ സമയത്ത്. അല്ലല്ല, ഇന്നൊരു ലക്ഷമാണെങ്കിൽ അന്ന് 1000 ലക്ഷം, ലക്ഷത്തിൽ ഉണ്ടാവുക. അതൊക്കെ ഞങ്ങൾ പാട്ടാക്കും. അങ്ങനെ പാട്ടാക്കുന്നേ ആ ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ട് പേപ്പറൊക്കെ എഴുതിട്ട് അത് പാട്ടാക്കിയാൽ നന്നായിട്ട് ചൂടപ്പം പോലെ വിറ്റു, പാടി വിൽക്കും ഞങ്ങൾ. അങ്ങനെ ഇതിനോടുള്ളൊരു സമർപ്പണം കൊണ്ടാണ് ഇങ്ങനെ എത്തിയെന്ന് വിശ്വസിക്കുക. ഇന്നിപ്പം നേരത്തെ ചോദിച്ചില്ല അജിൻ, ഒരു പാട്ടിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് എഴുതി കൊടുക്കും. ചില സമയത്ത് എനിക്ക് തോന്നും, ഞാൻ പറയും നിങ്ങൾ ഏതായാലും മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് മാറ്റി കൊടുക്കും. ചില സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അക്കാഡമിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പാട്ട് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറോട്. ഈ പണ്ട് മുതൽക്കേ മുഖത്ത് നോക്കിയ കാര്യം പറയുമല്ലേ? അത് പറയും, അതാരായാലും അത് ഏവനോടും പറയും. ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലേ പറച്ചില്ല, അത് പറയും. അപ്പം ഞാൻ ചോദ്യത്തിൽ വന്നതുപോലെ പുതിയ മലയാള സിനിമകൾ വരുന്നു, 1 മാസം പാട്ടുകൾ നിൽക്കുന്നു, പഴയ പാട്ടുകൾക്ക് ഇന്ന് ഓളങ്ങളുണ്ട്. അതിപ്പോൾ ഒരു പുഷ്പം മാത്രം പാടിയാൽ അത് കേൾക്കാൻ ആളുണ്ടല്ലോ. പിന്നെ ഇത് കേൾക്കാൻ ആളുണ്ടോ? ഇല്ലുമിനാറ്റിക്ക് ആളില്ലല്ലോ. അതെന്നെ പോരെ. ഇന്നലെ മയങ്ങുമ്പോൾ പാടിയാൽ കേൾക്കാൻ ആളില്ലേ? നീലക്കടലെ പാടിയാൽ കേൾക്കാൻ ആളില്ലേ? പൂന്തേനരുവി പാടിയാൽ അത് കേൾക്കാൻ ആളില്ലേ? അത് തന്നെ. KPSൻ്റെ പിന്നെ നാടകഗാനപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നേരം വിളിക്കരിയിരിക്കും. അത് അങ്ങനെ ഇരിക്കാൻ ധാരാളം ആളുകളുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഞാൻ ഗാനമേള നടത്തുന്ന ആളാണ്. മെനിയാതും ഉണ്ടായിരുന്നു എനിക്ക് ഗാനമേള. ഈ ഇലുമിനാറ്റി പാടിയ കൊടുത്ത് തന്നെ പഴയ മാപ്പിളപ്പാട്ട് ഞാൻ നല്ല മാപ്പിളപ്പാട്ടും പാടിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. മൂസക്കാൻ്റെ പാട്ടൊക്കെ ആവശ്യപ്പെട്ട് പാടിച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറ. ഏറ്റവും പിരിശത്താലെ, ഓത്തുപള്ളി പോലുള്ള പാട്ടുകൾ. പിന്നെ എവിടെയാണ് നമ്മൾ പാട്ടില്ലാതെ ഈ പോയത്? കരയാനും പറയാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് എഴുതാൻ എത്ര സമയം വേണം ബാബുക്ക? അത് 5 മിനിറ്റ് കൊണ്ട് എഴുതും, 3 മിനിറ്റ് കൊണ്ട് എഴുതും. ഇപ്പോഴത്തെ പല എഴുത്തുകാരും പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ AC റൂം വേണം, എനിക്ക് ഇന്ന ഫുഡ് വേണം, ഇന്ന സാധനങ്ങൾ വേണം. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ബാബുക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ഹെഡ് വെയ്റ്റിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ മുഴുവൻ ഞാൻ എഴുതിയത് പിന്നെ തീവണ്ടി യാത്രയിലും ബസ് യാത്രയിലും ഒക്കെയാണ്. AC റൂമിക്കകത്ത് എഴുതിയതല്ല. ഞാൻ ഒരു AC റൂം, എനിക്ക് AC റൂം ഇല്ല ഒന്നാമത്തത്. ഞാൻ AC റൂമിൽ എഴുതിയിട്ടുമില്ല. പിന്നെ എഴുതിയ വരികളൊക്കെ എവിടെ നിന്നായിരുന്നു? നല്ല പാട്ടുകളൊക്കെ എഴുതി. ഞാൻ കരയാനും പറയാൻ എഴുതിയ ഒരു യാത്രയിലാണ്. ഉമ്മയെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ പാട്ടില്ലേ, അത് ഞാൻ ഷൊർണൂരിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് തരങ്കണീൻ്റെ ഒരു മാനേജറുണ്ട് ബാബുക്ക. അദ്ദേഹത്തിൻ്റെ കറോഫിലാണ് എനിക്ക് തരങ്കണി വർക്ക് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് പറ്റൂട്ടോ, ദാസണ്ണ കൊണ്ടും വേറെ ഏതൊരു ചുതേ കുട്ടീനെ കൊണ്ടും പാടിക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ റെക്കോർഡിങ്ങിന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഷൊർണൂർ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂർ വരുമ്പോഴേക്ക് നമ്മൾ പാട്ടാക്കി. ഫസ്റ്റ് ക്ലാസ്സിലൊന്നും അല്ല അന്ന് യാത്ര ചെയ്യുന്നത്, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഒരു പാട്ടുകാരന് പാട്ട് എഴുതണമെങ്കിൽ AC റൂം വേണമെന്നില്ല. എനിക്ക് വേണ്ട. അത് ഉദാഹരണം, ഞാൻ വയലാറിൻ്റെ ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട്. അച്ഛനും ബാപ്പയും എന്ന് പറഞ്ഞ സിനിമയിലേക്ക് പാട്ട് എഴുതാൻ വേണ്ടി വയലാറിനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ തിരുവനന്തപുരത്ത് റൂമൊക്കെ എടുത്തു കൊടുത്ത് ദേവരാജ മാഷും കാത്തു നിന്നിട്ട് വയലാറ് പാട്ട് എഴുതി കൊടുത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉഴപ്പിയതിന് ശേഷം തങ്ങൾ വീട്ടിൽ തിരിച്ചു പോയിക്കോളിന്ന് പറഞ്ഞു. തിരിച്ചു പോയിക്കോളെന്ന് പറഞ്ഞപ്പോൾ ഒരു കാറ് വിളിച്ചു കൊടുത്തിട്ട് ആലപ്പുഴയിലേക്ക്. നിങ്ങൾ പഴയ സിനിമ കണ്ടാൽ കാണാം, ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച ടാക്സി കാർ. അന്ന് ടാക്സി കാറിൻ്റെ മുകളിൽ ഒരു മഞ്ഞ പെയിൻ്റ് ഉണ്ട്. ആ പെയിൻ്റ് അടിച്ച ടാക്സി കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വയലാറ് ബാക്കിലും
മുമ്പിൽ ഡ്രൈവറുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഡ്രൈവർക്ക് ഇത് അറിയുന്നില്ല, അറിയുന്നത് വയലാറാണെന്നൊന്നും അറിയില്ല. അപ്പം അന്ന് ട്രിപ്പ് ഷീറ്റ് എഴുതുന്നൊരു കടലാസുണ്ട്, എല്ലാ വണ്ടിയിലും ഉണ്ടാവും, ബസ്സിലുണ്ടാവും, പിന്നെ ഇതിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. GVR എന്ന് പറഞ്ഞ കടലാസാണ്. ആ കടലാസിൻ്റെ കളർ ഒരു പിന്നെ ബ്രൗൺ കളറാണ്. അതിൽ എഴുതി അങ്ങനെ കറക്റ്റാവും അറിയില്ല. അത് കറക്റ്റാവണമെങ്കിൽ പിന്നെ കാർബൺ പേപ്പർ വെച്ച് എഴുതണം. അത് എന്തിനോ ഇവർ ട്രിപ്പിൽ കളവ് നടത്താതിരിക്കാനുള്ള എന്തോ ഒരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പേപ്പർ ചോദിച്ചു അല്ലേ, പേപ്പർ വെച്ചു ഇതുള്ളൂ സാറെന്ന് പറഞ്ഞാൽ പേപ്പർ എടുത്തു കൊടുത്ത് ഈ പേപ്പർ കടലാസ് തരുന്നു. കടലാസ് എടുത്തു കൊടുത്ത് ആലപ്പുഴ ഇറങ്ങി വീട്ടിൽ പോണതിന് ശേഷം ഇത് അവിടെ നിന്ന് പിന്നെ കയറ്റി വിട്ട ആളെടുത്ത് നീ കൊടുക്കണം, അവിടുന്ന് പൈസ വാങ്ങാൻ പോവുമല്ലോ, കൊടുക്കണമെന്ന്. അതാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അത് സംഭവിക്കുന്നത് ഞാൻ ഒരു ചരിത്രത്തിൽ വായിച്ചതാ. മറ്റുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. AC റൂമിലിരുന്ന് നമ്മൾ കിടന്ന് ഉറങ്ങിപ്പോവില്ലേ, മറ്റെല്ലാം കഴിയുമോ? ബാബുക്ക് ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിക്കുവാട്ടോ, ബാബുക്ക് ഓപ്പൺ ആയതുകൊണ്ടാ. ഈ എഴുത്തുകാർക്കൊക്കെ മദ്യമില്ലാതെ എഴുതാൻ പറ്റത്തില്ലെന്നുള്ള ഒരു കേട്ടുകേൾവിയുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ 1960-70 എഴുതാൻ തുടങ്ങിയില്ലേ, അന്ന് എൻ്റെ ഒരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു സിഗരറ്റ് വേണമെന്ന്. സിഗരറ്റ് ഇല്ലെങ്കിൽ എഴുതാൻ പറ്റൂല എന്ന് എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഒരു 4-5 പാട്ട് എഴുതുമ്പോഴേക്കും 1-2 പാക്കറ്റ് സിഗരറ്റ് ഞാൻ കാലിയാക്കും. നാടകമൊക്കെ ഇതാണ് അതിനേക്കാൾ കൂടുതൽ വലിക്കും. ഈ 2013 പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ സിഗരറ്റ് വലി നിർത്തി. പെട്ടെന്ന് എനിക്ക് തോന്നി നിർത്തണമെന്ന്. ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട്. സിഗരറ്റ് കൊണ്ടല്ല ഞാൻ എഴുതിയത്, എനിക്ക് മനസ്സിലായി. തുടങ്ങി നിർത്താൻ പാടാന്നല്ലേ എല്ലാവരും പറയുന്നത്, അത് നമ്മുടെ വിശ്വാസം. ഒക്കെ വെറുതെ പറയാണ്. ആർക്കാ നിർത്താൻ? ഇപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ നാളെ മരിച്ചു എന്ന് പറഞ്ഞാൽ നിർത്തിയില്ലേ? ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതുന്നത്.